അസ്സലാമു അലൈക്കും. ഞാൻ പറയുന്നത് ഒരു ചെറിയ ദിക്റിനെ പറ്റിയാണ്. പക്ഷേ അതിൻ്റെ പ്രതിഫലം വളരെ വലുതാണ്. ഇത് ചൊല്ലാൻ ഒരു മിനിറ്റ് പോലും വേണ്ട. നാം ഇത് 3 വട്ടം ചൊല്ലിയാൽ നാം ഇതുവരെ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങൾക്ക് മുകളിലും വരും ഇതിൻ്റെ പ്രതിഫലം. ഈ ദിക്ർ 3 വട്ടം ചൊല്ലിയാൽ കൈനിറയെ സമ്പാദ്യം വർദ്ധിക്കും. നമ്മുടെ ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും വിഷമങ്ങളും നീക്കപ്പെടും. നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത അത്ഭുതങ്ങൾ കാണാൻ കഴിയും. ഈ ദിക്ർ പതിവാക്കുന്നവർക്ക് ഒരു കാര്യത്തിലും പരാജയങ്ങൾ ഉണ്ടാവില്ല. ജീവിതം രക്ഷപ്പെടാനും ഐശ്വര്യം വർദ്ധിക്കുകയും ചെയ്യും. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ഇല്ലാതാവും. ജീവിതം എളുപ്പമാകും. നന്മ തിന്മ തൂക്കുമ്പോൾ ഈ ദിക്ർ ചൊല്ലുന്നവൻ്റെ നന്മയുടെ തുലാസിന് കനം കൂടിയാൽ ഇത് കാരണം നാം സ്വർഗത്തിൽ പ്രവേശിക്കും. ഇത്രയും കുറഞ്ഞ സമയം ചൊല്ലിയാൽ വലിയ പ്രതിഫലം ലഭിക്കും. നമ്മുടെ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജുവൈരിയ ബീവി റളിയല്ലാഹുവിന് പറഞ്ഞു കൊടുത്ത ദിക്റാണിത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിരാവിലെ സുബഹി നിസ്കരിച്ച് ഉടനെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയി. സൂര്യൻ ഉദിച്ച് ലുഹാ സമയത്താണ് അവിടുന്ന് വീട്ടിലേക്ക് മടങ്ങിയെത്തിയത്. തിരിച്ചു വരുമ്പോൾ നബി പോകുമ്പോൾ ഇരുന്ന ഇതേ ഇരിപ്പിൽ ഇരുന്ന് ജുവൈരിയ റളിയല്ലാഹു ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, അല്ലയോ ജുവൈരിയ, ഞാൻ സുബഹി നിസ്കരിച്ച് പോയതിനു ശേഷവും നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കുകയാണോ? ജുവൈരിയ റളിയല്ലാഹു അതേ നബി എന്ന് മറുപടി പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എന്നാൽ ഞാൻ ഒരു ദിക്ർ പറഞ്ഞു തരാം. ഈ ദിക്ർ ചൊല്ലിയാൽ നീ ഇതുവരെ ചൊല്ലിയ ദിക്റിൻ്റെ പ്രതിഫലം ഈ 4 കലിമത്ത് 3 വട്ടം ചൊല്ലുന്നതിലൂടെ നിനക്ക് ലഭിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഈ ദിക്റാണിത്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഹൽക്കിഹി വരില്ലാഹ നഫ്സിഹി വസിനത അർഷിഹി വമിദാദ കലിമാതിഹി. ഇത് സുബഹി നിസ്കാരത്തിന് ശേഷം 3 വട്ടം അതേ ഇരിപ്പിൽ ഇരുന്ന് എല്ലാവരും പതിവാക്കുക. നാളെ പരലോകത്തിൽ നമുക്ക് വലിയ മുതൽക്കൂട്ടാകും. എല്ലാവരും ഈ ദിക്ർ പതിവാക്കുക. നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.